ഹേ ആസ്പിരൻസ്, അപ്പോൾ എല്ലാവരും ഹോൾ ടിക്കറ്റൊക്കെ വന്നത് കണ്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഞാനിനി എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും, എനിക്കിനിയും പെൻഡിങ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റിയാലോ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള മെയ് 2 എക്സാം ഉള്ള അടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ് വന്നു എന്നറിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് ഫേസ് ആയിരിക്കില്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളിനി പാനിക് ആവരുത്. ഓക്കെ, പാനിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചത് ഇവിടെ മറന്നു പോകത്തേ ഉള്ളൂ. സോ പാനിക് ആവാതെ എന്ത് ചെയ്തു, എന്ത് പഠിച്ചു എന്ന് നിങ്ങളൊന്ന് ആദ്യമേ നോക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചത്, ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഒരുപാട് ഹാർഡ് ടോപ്പിക്കൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ടോപ്പിക് ഉണ്ടെങ്കിലും ഇനി അതൊന്നും പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കുറേ ടോപ്പിക്സ് കാണും. ആ ടോപ്പിക്സ് എടുത്ത് നോക്കുക. ഇനി എനിക്ക് റിവൈസ് ചെയ്യാൻ എന്താണുള്ളത്, എനിക്കിനി എന്താണ് പഠിക്കാനുള്ളത്, ഇതെല്ലാം നിങ്ങൾക്കൊരു ഐഡിയ കാണുമല്ലോ. അപ്പോൾ ഐഡിയ ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, അതൊക്കെ എടുത്തൊന്ന് നോക്കുക. ഇനിയിപ്പോൾ മറന്നു പോകുന്ന എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പഠിക്കാൻ എന്തൊക്കെയാണുള്ളത്, ഇതിലൊന്ന് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ എന്തൊക്കെയാണുള്ളത്, അതെല്ലാം എന്ത് ചെയ്യുക, ഒന്നെടുത്തുനിന്ന് വായിച്ച് നോക്കുക. പിന്നെ ഹൈ സ്കോറിങ് ടോപ്പിക്സ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പം ഈ ഹൈ സ്കോറിങ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഇനി പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരുന്നുണ്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മാത്സാണ്. അപ്പോൾ ഈ മാത്സ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഫോർമുലാസ് മറന്നു പോയിട്ടുണ്ടോ നോക്കുക, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷിൽ അതുപോലെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഗ്രാമർ റൂൾസ് കാണും, നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഗ്രാമർ റൂൾസ് കാണും. അപ്പം ഇതെല്ലാം എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതെല്ലാം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് പോവുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഇതൊക്കെ എന്താണ് നോക്കിയിട്ടുണ്ടോ നോക്കുക. അതിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, സാധാരണ നോർമലി ചോദിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ പ്രിയാമ്പിളും സിറ്റിസൺഷിപ്പും ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോവുക. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, മുൻപ് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. എന്നിട്ടൊന്ന് പഠിക്കുക. കാര്യം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയതൊന്നും പഠിക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ടോപ്പിക്സ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, എന്തായാലും ഈ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലാത്തവർ എക്സാമിനെ സീരിയസ് ആയിട്ട് കാണാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഹൈ സ്കോറിങ് ടോപ്പിക്സ് ആണ്, എപ്പോഴും എക്സാമിന് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ പോകുന്നത് ഈ ക്ലിയർ ആയിട്ട് പഠിച്ചില്ലെങ്കിലാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു പോവുക. പിന്നീട് എന്ത് ചെയ്യുക, റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കളയാൻ പറ്റാത്തൊരു സാധനമാണ്. എപ്പോഴും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, റിവൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മെമ്മറിയിലെല്ലാം ഫീഡ് ആകത്തുള്ളൂ. സോ അതെല്ലാം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന് എന്താ പറയുന്നത്, ഈ ഓരോരോ യൂട്യൂബ് ചാനൽസും ടെലിഗ്രാം ചാനൽസും മാരത്തൺ നടത്താൻ വേണ്ടിയിട്ട് മത്സരമാണ്. നിങ്ങൾ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, ഇങ്ങനെ മാരത്തൺ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഒരുപാട് ചാനൽസ് മാരത്തൺ ഇടുന്നുണ്ട്, ലക്ഷ്യ ഇടുന്നുണ്ട്, വെക്കാപ്പ് സ്പീഡ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ MPTs ഇടുന്നുണ്ട്. ഒരുപാട് ചാനൽസ്, ഞാൻ തന്നെ ഒരുപാട് ചാനൽസ്, പിന്നെ ട്രിക്ടോണിയ, അപ്പോൾ അങ്ങനെ ഒരുപാട് ചാനൽസ് എന്ത് ചെയ്യുന്നുണ്ട്, മാരത്തൺ ഇടുന്നുണ്ട്. ഇതിൽ എല്ലാത്തിലും പോയി തല വെക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എല്ലാം പഠിച്ചോ, കുഴപ്പമില്ല. ഇനി അതില്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ഇത് കൊള്ളാം, പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നത് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കേട്ട് പോവുക. ജസ്റ്റ് കേട്ടെന്ന് പോവുക. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ടെൻഷൻ അടിക്കരുത്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി പോയാൽ മതി. മാരത്തൺസും ചിലപ്പോൾ മാരത്തൺസിൽ നിന്നൊന്നും വരത്ത് പോലും ഇല്ലായിരിക്കാം, പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യുക, നല്ല ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാരത്തൺസ് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. ചിലപ്പോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോയിൻറ്റ്സ് എല്ലാം തന്നെ കിട്ടും നമുക്ക്. ഓക്കെ, പിന്നെ റിവിഷൻ എല്ലാം ചെയ്തു, എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം ചെയ്തിട്ടും ടെൻഷൻ ആയിരിക്കില്ല. പിന്നെയും ടെൻഷൻ അടിച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതുവരെ പഠിച്ചത് നിങ്ങൾ കളയരുത്. കാര്യം ഇതുവരെ പഠിച്ചത് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യും, അത് മറന്നു പോകും. സോ അത് മറക്കാതെ, ടെൻഷൻ അടിക്കാതെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തും നോക്കിയെല്ലാം പോവുക. ഇനി
ഫേസ് 2 അല്ലെങ്കിൽ 3 ഉള്ളവർ. ഇപ്പോൾ ഇതുവരെ ഹോൾ ടിക്കറ്റ് വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും മെയ് 16 അല്ലെങ്കിൽ ജൂണിനാണോ എക്സാം എന്ന്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മെയ് 16 എക്സാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈമുണ്ട്, മെയ് 2 കുറച്ചുകൂടെ ടൈമുണ്ട്. അപ്പോൾ ആ ടൈം എന്ത് ചെയ്യുക, സ്യൂട്ട് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് നല്ല സമയമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പഠിക്കാൻ ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ടോപ്പിക്സോ ഒക്കെ എന്ത് ചെയ്യാം, പഠിക്കാനുള്ള സമയം ഇനിയുണ്ട്. സോ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം എടുത്ത് എന്ത് ചെയ്യുക, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എടുത്ത് മാത്സ് തീർക്കുക, ഇംഗ്ലീഷ് തീർക്കുക, മലയാളം, അങ്ങനെ ഓരോ ടോപ്പിക്സ് ആയിട്ട് എന്ത് ചെയ്യുക, തീർത്ത് പോവുക. ഇനി നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് പഠിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, അതിലുള്ള നോട്ട്സ് ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, എല്ലായിടത്തു നിന്ന് പഠിക്കുക. ഒന്നേന്ന് എന്ത് ചെയ്യുക, മാത്സൊക്കെ ചെയ്ത് നോക്കി അത് പോവുക. ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു പോവുക. പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. ഏകദേശം ഒരു 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സോളം ഡിഗ്രി ലെവലിൻ്റെ തന്നെ പ്രിലിമിനറി ഇടുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എങ്ങനെയാണ് എക്സാമിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. പിന്നെ ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റെഗുലർലി റിവിഷൻ ചെയ്തും പോകണം. പഠിച്ചാൽ മാത്രം പോലെ എല്ലാം എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തും പോകണം. പിന്നെ ഹൈ സ്കോറിങ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാം. പഠിച്ചിട്ട് അതെല്ലാം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോവുക. റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്കെല്ലാം മെമ്മറിയിൽ ഇരിക്കും. ഓക്കെ. പിന്നെ ഈ ടോപ്പിക്സൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ച് പോകുന്നതിനനുസരിച്ച് പിറ്റേന്നതിന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോവുക. റിവിഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതെല്ലാം എന്ത് ചെയ്യും, മറന്നു പോകും. ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ പറ്റുന്ന കാര്യം ഇതാണ്, നമ്മൾ റിവൈസ് ചെയ്തായിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. ജൂൺ 16 നിങ്ങൾക്ക് ജൂണിലാണ് എക്സാം എങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും സമയമുണ്ട്. അപ്പോൾ ഈ മെയ് 16 വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. റിവൈസ് ചെയ്തിട്ട് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടി വെക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു ചാൻസാണ്. സോ അത് മിസ് ചെയ്യാതെ എന്ത് ചെയ്യണം, വീണ്ടും ഈ ടോപ്പിക്സൊക്കെ ഒന്ന് പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം വീണ്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെയ്ത് പോവുക. പിന്നെ ഈ മെയ് 2 മെയ് 16 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക, എന്തൊക്കെ ടോപ്പിക്കിലാണ് ചോദിച്ചതെന്ന് നോക്കുക. അൺലൈക്ക് 10 പ്രിലിംസ്, ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് അതുപോലെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് നോക്കുക, എങ്ങനെയാണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണോ പാടുള്ള ക്വസ്റ്റ്യൻസ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക, നോക്കി അതിൻ്റെ അനാലിസിസ് ഒക്കെ നോക്കി എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാരത്തൺസ് നിങ്ങൾക്കും എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആവശ്യമുള്ള മാരത്തൺസ് നോക്കുക. നോട്ട്സ് എഴുതിയെടുക്കണമെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കാം. ജസ്റ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കേട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ജനറൽ ടിപ്സ് നോക്കാം കേട്ടോ. ജനറൽ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ സ്ഥിരം കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നേരത്തെ അവിടെ ചെന്നെത്തുക. 2 മണിക്കൂർ നേരത്തെ എത്തിയാലും 1 മണിക്കൂർ നേരത്തെ എത്തിയാലും അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ അവിടെ പോയിരുന്നാലും പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യുക, നേരത്തെ എത്തുക. കാര്യം ബ്ലോക്ക് എന്ന് പറയുന്ന കാര്യം അൺഎക്സ്പെക്റ്റഡ് ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിപ്പോവും. ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സമയത്തിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കയറ്റത്തില്ല ഹോളിലോട്ടും. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അവിടെ അല്പം നേരത്തെ എത്തിയെന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ എന്ത് ചെയ്യുക, അവിടെ എത്ര നേരത്തെ എത്താൻ പറ്റുന്നോ അത്ര നേരത്തെ എത്തുക. അരമണിക്കൂർ നേരത്തെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എത്തിയിരിക്കണം. അവിടെ എത്തിയിരിക്കുമ്പോൾ തലേന്ന് തന്നെ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കുക. അല്ലെങ്കിൽ അന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് കമ്പ്യൂട്ടർ സെൻറ്റർ നോക്കി നടക്കരുത്. സോ തലേന്ന് തന്നെ എന്താ പ്രിൻ്റ് എടുത്ത് വെക്കുക ഹോൾ ടിക്കറ്റ്. പിന്നെ അവിടെ ചെന്ന് ചിലരുണ്ട് ഈ ബുക്കും കൊണ്ടുപോകുന്നത് കാണാം. ബുക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ബൾക്കായിട്ട് ബുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ വായിച്ച് നോക്കും. സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വായിക്കണ്ട. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമോ സ്കൂൾ എക്സാമോ ഒന്നും അല്ലല്ലോ. ഈ വായിച്ച ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം വായിച്ചിട്ട് അത് തന്നെ എക്സാമിന് വരാൻ. സോ അതൊന്നും വായിക്കരുത്. ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് വായിച്ചേ പറ്റുന്നതാണെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് നോട്ട്സോ
ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക്കോ 2 ടോപ്പിക്കോ അത് മാത്രം എന്ത് ചെയ്യുക, കൊണ്ടുപോവുക, ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ചോക്ലേറ്റ്സ് കഴിക്കുക. ചോക്ലേറ്റ്സ് അറിയാലോ, ടെൻഷൻ മാറ്റുന്ന ഒരു സംഭവമാണ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോക്ലേറ്റ്സ് കഴിക്കുക. പിന്നെ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം ആവശ്യത്തിന് കുടിക്കുക. ഹാളിൽ കയറുന്നതിന് മുൻപ് ബാത്റൂമിൽ പോകുന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോവുക. എല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യുക, ഹാളൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ID കാർഡ്സ് ഒന്നും മറന്നു പോകരുത്, ഇതെല്ലാം എടുത്ത് വെക്കണം. പിന്നെ എക്സാമിൻ്റെ തലേദിവസമാണ് ഏറ്റവും പാനിക് ആവുന്ന ദിവസം എന്ന് പറയുന്നത്. ഈ ദിവസം എല്ലാവരും വിചാരിക്കും, അയ്യോ നാളെ എക്സാം എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ എല്ലാ ബുക്കും കൂടെ വാരി വലിച്ച് വെച്ച് ഇങ്ങനെ ഇരുന്ന് വായിക്കും. എന്നിട്ടോ ഉറങ്ങത്തുമില്ല, ഉറക്കവും കളഞ്ഞിട്ട് ഇങ്ങനെ ഈ ബുക്കിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഈ പഠിത്തം കുറച്ച് ദിവസം മുമ്പ് പഠിച്ചിരുന്നെങ്കിൽ ഈ ടെൻഷൻ ആവേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. സോ എക്സാമിൻ്റെ തലേദിവസം ദയവ് ചെയ്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വാരിക്കൂട്ടിയിടൊന്നും വായിക്കരുത്. നിങ്ങൾക്കിനി വായിച്ചേ പറ്റുമെന്നാണെങ്കിൽ ഏതെങ്കിലും മലയാളം എടുത്തിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച വല്ല അർത്ഥം വായിക്കുകയോ അല്ലെങ്കിൽ മാത്സ് ഇങ്ങനെ ഇക്വേഷൻസ് നോക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ നോട്ട്സ് എടുത്ത് വെച്ച് ഹിസ്റ്ററിയും ജോഗ്രഫി എല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കരുത്. പിന്നെ എന്ത് ചെയ്യുക, തലേദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഹാപ്പി ആക്കുന്നത് നിങ്ങളെ അത് വാച്ച് ചെയ്യുക. ഇനി വാച്ച് ചെയ്തിരുന്നിട്ട് ഉറങ്ങാതിരിക്കരുത്. സോ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, പിന്നെ വെള്ളമൊക്കെ കൊണ്ടുപോവുക, ചൂട് കാലമാണ്. സോ ഇതൊക്കെ ചെയ്യുക. You can crack the exam. So thank you for watching. Bye guys.